ഒരു സംഭവമാണ് വാസ്തവത്തിൽ. ഞാൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അത് ആർട്ടിക്കുലേറ്റ് ചെയ്തു. അതായത് വലിയ മെട്രോയും പാലവും റോഡും ഒന്നും ഉണ്ടാക്കുന്നതല്ല വാസ്തവത്തിൽ വികസനം. വികസനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി മാനവശേഷിയുടെ വികസനമാണ്. ഇപ്പം ഈ പ്രോഗ്രാം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. കേരളത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും ഞാൻ ജനീവയിലിരുന്ന് ശ്രദ്ധിക്കുന്ന ആളാണ്. അദ്ദേഹം കഴിഞ്ഞ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരാളാണ്. വളരെ വ്യത്യസ്തനായ ഒരാളാണ്. വളരെ പുരോഗമന ചിന്ത ഉള്ള ഒരാളാണ്. വിദ്യാർത്ഥികളിൽ നിക്ഷേപം നടത്തുന്ന ഒരാളാണ് എന്ന് എന്നോട് പല ആളുകളും പറഞ്ഞു. അതുകൊണ്ട് ഈ മീറ്റിംഗ് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സമദാനി സാബും കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. അത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിൽ പ്രസംഗിക്കാൻ ചിലപ്പോൾ പ്രസംഗം ദൈർഘ്യം കുറയ്ക്കും. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കേട്ടിരിക്കാവുന്ന ഒരാളാണ്. പക്ഷേ വേറൊരു അവസരത്തിൽ കൂടുതൽ സമയമുണ്ട്. ഞാനെപ്പോഴും യൂട്യൂബിൽ കേട്ടിരിക്കും. അദ്ദേഹം പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാനും അദ്ദേഹത്തിൻ്റെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ മനോഹരമാണ്. ഇപ്പോൾ അമ്മയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, അത് കേട്ട് ആളുകൾ കണ്ണീരൊഴുക്കുന്നത് നമ്മൾ യൂട്യൂബിൽ എത്രയോ കണ്ടതാണ്. ഇന്നത്തെ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞത് തൊഴിൽ ജീവിതത്തിൻ്റെ ഭാവി 21ാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ്. ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് ലൈഫ് എന്നാണ് ഞാൻ സംസാരിക്കാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ സംസാരിക്കുക എന്നതിൽ കൂടുതൽ നിങ്ങളുമായിട്ട് സംവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു സന്തോഷമാണ്. ഞാൻ അടുത്തിടയ്ക്ക് കണ്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു വലിയൊരു ഓഡിയൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ്. നമ്മൾ 1 മണിക്കൂർ സംസാരിക്കുന്നു, എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്ന് ചോദിക്കുന്നു, ആരും തന്നെ ചോദ്യം ചോദിക്കാനായിട്ട് ഇല്ല. ഓക്കെ, ശരി ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ചോദിക്കാൻ വലിയ മടിയായിരുന്നു. പക്ഷേ ഓൺലൈനിൻ്റെ വലിയൊരു മാറ്റം ഞാൻ കണ്ടത്, കുട്ടികളിൽ ആ മടി പൂർണ്ണമായും ഇല്ലാതായി. ഓൺലൈനായിട്ട് ഞാൻ ചിലപ്പോൾ കുട്ടികളുമായിട്ട് സംവാദത്തിനിരിക്കുമ്പോൾ ഞാൻ 7 മണിക്കൂർ വരെ നോൺ സ്റ്റോപ്പായിട്ട് കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഞാനതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇന്ന് 7 മണിക്കൂർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാനുള്ളതാണ്, അതിനുശേഷം വേറെ സ്പീക്കേഴ്സ് ഉള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ചോദ്യങ്ങളെങ്കിലും ഉണ്ടാകും. ആ ചോദ്യങ്ങളനുസരിച്ച് നമ്മൾ പല ഡയറക്ഷനിൽ പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് നിങ്ങൾക്കറിയാം, 2019 ഡിസംബറിൽ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടതാണ്. ഇനിയും അപ്രത്യക്ഷമായിട്ടില്ല. 2 വർഷമാകുന്നു. 280 മില്യൺ 28 കോടി ആളുകളെ അത് ബാധിച്ചിരിക്കുന്നു. 5 മില്യൺ ആളുകളുടെ ജീവൻ അതെടുത്തിരിക്കുന്നു. 50 ലക്ഷത്തിൽ കൂടുതൽ ആളുകളുടെ ജീവൻ അതെടുത്തിരിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ലോക്ക്ഡൗണിലായി, കർഫ്യൂവിലായി, ഓൺലൈനായി, വർക്ക് ഫ്രം ഹോമായി, ഇങ്ങനെ പല മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടായി. നമ്മളെല്ലാം ഈ കോവിഡ് കാലം ഒന്ന് കഴിയാൻ നോക്കിയിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ കോവിഡിന് ശേഷം വരാൻ പോകുന്നത്, കോവിഡ് വന്ന് കേരളത്തിലെല്ലാം കോവിഡ് ഒരു പ്രശ്നമായത് മാർച്ച് 2020-ലാണ്. ഈ മാർച്ച് 2020-ലേക്കുള്ളൊരു തിരിച്ചുപോക്കല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതിലും വലിയ വലിയ മാറ്റങ്ങളാണ് ഇനി ലോകത്തുണ്ടാകാൻ പോകുന്നത്. ഇതാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 2010 മുതൽ നമ്മൾ 4ാം വ്യവസായ വിപ്ലവത്തിൻ്റെ തുടക്കത്തിലാണ്. നിങ്ങൾക്കറിയാം, 1ാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ ഉണ്ടായ സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായ മാറ്റങ്ങളാണ്. സാങ്കേതിക മാറ്റങ്ങളുണ്ടായി, രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായി. 2ാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി,
ടെലഗ്രാഫ് ഇതിൻ്റെ കണ്ടുപിടുത്തത്തോടെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഉണ്ടായതാണ്. മൂന്നാം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇൻ്റർനെറ്റിൻ്റെ വരവോടെ ഇലക്ട്രോണിക്സിൽ ഉണ്ടായ മാറ്റങ്ങളോടെ ഉണ്ടായ മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മൾ 4-ാം വ്യവസായ വിപ്ലവത്തിൽ നിൽക്കുകയാണ്. 2010 മുതൽ ഏതാണ്ട് 2010 മുതൽ, ഒരു കൃത്യമായൊരു വർഷം പറഞ്ഞിട്ടല്ല ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ 4 സാങ്കേതിക വിദ്യകളാണ് 4-ാം വ്യവസായ വിപ്ലവത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, ഏറ്റവും പ്രാധാന്യമുള്ളത് നിർമ്മിത ബുദ്ധിയാണ്. സ്പീക്കർ അതിനെപ്പറ്റി ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതുമായ രംഗങ്ങളിലെല്ലാം നിർമ്മിത ബുദ്ധി കടന്നു കയറുകയാണ്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് റോബോട്ടിക്സ് ആണ്. നമ്മൾ റോബോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ജോലികളും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന ജോലികളും ചെയ്ത് റോബോട്ട് മുന്നോട്ട് വരികയാണ്. മൂന്നാമത്തേത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. നിങ്ങളത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? കൈവക്കാമോ? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന IoT കേട്ടിട്ടുള്ള ആളുകളുണ്ടോ? ഓക്കെ. നാലാമത്തേത് ഡ്രോൺസ് ആണ്. ഡ്രോൺസ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഡ്രോൺസ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ടോ ഓഡിയൻസിൽ? എല്ലാ കല്യാണത്തിനും ഇപ്പോൾ ഇവിടെ തന്നെ ചിലപ്പോൾ ഡ്രോൺ ഉണ്ടായാം. ഡ്രോണുകൾ പറന്നു കിടക്കുകയാണ്. അപ്പോൾ ഡ്രോൺ എന്ന് പറയുന്നത് പുതിയൊരു കാര്യമാണ്. ഈ 4 സാങ്കേതിക വിദ്യകൾ ലോകത്തെ മൊത്തമായി മാറ്റിമറിക്കുകയാണ്. അപ്പം അതിന് തൊഴിൽ രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. തൊഴിൽ രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ മാസത്തിൻ്റെ ആദ്യം ഞാൻ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിമാനയാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ വിമാനത്താവളത്തിൻ്റെ പുറത്ത് 2 പോലീസുകാർ നമ്മളെ തടഞ്ഞു നിർത്തും. ഇത് നമ്മളുടെ എന്തെങ്കിലും ടിക്കറ്റും നമ്മളുടെ ഐഡൻറ്റിറ്റി കാർഡും ചോദിക്കും. അതിനുശേഷം നമ്മൾ വിമാനത്താവളത്തിൻ്റെ അകത്തേക്ക് കടക്കുന്നു. അവിടെ വേറൊരു പോലീസുകാരൻ നമ്മളെ തടഞ്ഞു നിർത്തും. അവരും നമ്മളുടെ ID ചോദിക്കും. അതിനുശേഷം നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ പോകുന്നു. അവിടെ നമ്മളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ID ചോദിക്കുന്നു. നമുക്ക് ബോർഡിംഗ് പാസ് തരുന്നു. അതിനുശേഷം വിദേശയാത്രയാണെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളുടെ പാസ്പോർട്ട് പരിശോധിക്കുന്നു. അതിൻ്റെ പുറകിൽ ഒരു കസ്റ്റംസ് ഓഫീസർ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വിമാനത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു എയർലൈൻ സ്റ്റാഫ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ 6 സെറ്റ് ഓഫ് ആളുകളെ കടന്നിട്ടാണ് നമ്മൾ ഒരു വിദേശ യാത്ര പോകുന്നത്. ആഭ്യന്തര യാത്രയാണെങ്കിൽ 4 ആളുകളെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഓരോ വിമാനത്താവളത്തിലും ആയിരക്കണക്കിന് ആളുകളെ ഈ തൊഴിലിനായിട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം ആദ്യം ഞാൻ ദുബായിൽ നിന്ന് ജനീവയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നാണ് ദുബായിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും ഉണ്ട്. ആദ്യത്തെ പോലീസ്, രണ്ടാമത്തെ പോലീസ്, ചെക്ക് ഇൻ കൗണ്ടർ, ഇമിഗ്രേഷൻ, കസ്റ്റംസ്, ദെൻ ബോർഡിംഗ് സ്റ്റാഫ്. ദുബായിൽ ആദ്യത്തെ പോലീസ് ഇല്ല, നമുക്ക് കടന്നു പോകാം. രണ്ടാമത്തെ പോലീസ് ഇല്ല, നമുക്ക് കടന്നു പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇമിഗ്രേഷൻ കൗണ്ടറാണ്, ചെക്ക് ഇൻ കൗണ്ടറാണ്. ചെക്ക് ഇൻ കൗണ്ടർ ഇല്ല, അത് ഓൺലൈനായിട്ട് നമ്മളുടെ ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടും. ടിക്കറ്റ് ഒരു QR കോഡ് കാണിച്ചാൽ നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ കൗണ്ടറാണ്. അവിടെ ഇമിഗ്രേഷൻ കൗണ്ടർ ഇല്ല. നമ്മൾ ദുബായിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളുടെ കണ്ണുകൾ അവർ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നോക്കാൻ പറയും. അത് നോക്കിയാൽ ഗേറ്റ് തുറന്നു, നമ്മളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു കൺട്രോൾ വരുന്നത്. നമ്മളുടെ കയ്യിലുള്ള ബാഗുകൾ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്ത് കസ്റ്റംസ് ഇല്ല. അതിനുശേഷം ബോർഡിംഗ് ചെയ്യാനായിട്ട് സ്റ്റാഫില്ല. അവിടെയും നമ്മളുടെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ 6 ലെവലിൽ 5 ലെവലും അവർ സാങ്കേതിക വിദ്യ കാരണം ഒഴിവാക്കി കഴിഞ്ഞു. അപ്പോൾ എത്രമാത്രം ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ഈ
സ്റ്റെപ്പിലില്ലാതായത്. അതുകൊണ്ട് ദുബായ് വിമാനത്താവളം നമ്മളെക്കായും സുരക്ഷിതത്വം കുറവുള്ളതല്ല. അവിടുത്തെ ഇമിഗ്രേഷൻ നമ്മളെക്കായും എഫിഷ്യൻസി കുറവുള്ളതല്ല, എഫിഷ്യൻസി കൂടുതലാണ്. വാസ്തവത്തിൽ 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല. ഏതാണ്ട് 20 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ലൈനിൻ്റെ അപ്പുറത്ത്. അപ്പം ആ തൊഴിലുകൾ, ഒരു വിമാനത്താവളത്തിലുള്ള 100 കണക്കിന് തൊഴിലുകൾ ഒറ്റ വിമാനത്താവളത്തിൽ ഇല്ലാതായി. അപ്പോൾ ലോകത്തെ 50,000 വിമാനത്താവളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തൊഴിലുകൾ ഇല്ലാതായി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വേറൊരു ഉദാഹരണം പറയാം. വാഹനങ്ങൾ സ്വയം ഓടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലും സിംഗപ്പൂരിലും ലണ്ടനിലും എല്ലാം അത് പരീക്ഷണമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സ്വയം ഓടുന്ന വാഹനങ്ങൾ ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് വാങ്ങാൻ കിട്ടും. ടെസ്ലയുടെ വാഹനങ്ങൾ, വോൾവോയുടെ വാഹനങ്ങൾ അവിടെ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറെല്ലാം നിയന്ത്രിക്കുന്നെങ്കിലും മിക്കവാറും സമയത്ത് കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇല്ലാതാക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഡ്രൈവർമാരുടെ ജോലികളാണ്. ഞാനിത് പല ഓഡിയൻസിലും പറയുമ്പോൾ ആളുകൾക്ക് അതൊരു അത്രമാത്രം ഒരു പേടി ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ ഒരു ഡ്രൈവറായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ വഴിയില്ല. ഞങ്ങളുടെ തലമുറയിലൊക്കെ അത് വലിയൊരു ആഗ്രഹമായിരുന്നു, ഡ്രൈവർ ആവുക എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവർക്കും ഒരു കാർ വാങ്ങണമെന്നുള്ളതല്ലാതെ ഡ്രൈവറായി ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ ഡ്രൈവറുടെ ജോലി ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ജോലി അല്ലെങ്കിൽ ടാക്സി ഡ്രൈവറുടെ ജോലി ഇല്ലാതാകുമെന്നല്ല. ഡ്രൈവിംഗ് ഉൾപ്പെടുന്ന എന്തും, അപ്പോൾ ഓട്ടോറിക്ഷ ആകാം, കാറാകാം, ട്രെയിനാകാം, കപ്പലാകാം, വിമാനമാകാം, ഇതിൻ്റെ എല്ലാം ഡ്രൈവിംഗ് എന്ന് പറയുന്ന ജോലി ഇനി അധിക നാൾ ഉണ്ടാകില്ല. അത് ഒഴിവാക്കുന്ന ലക്ഷക്കണക്കിന് ജോലികൾ. നമ്മൾ സാധാരണഗതിയിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന ഒരു ജോലിയാണ് മെഡിസിനൽ റേഡിയോളജി എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നത് റേഡിയോളജി MD കിട്ടാനാണ്. പക്ഷേ നിർമ്മിത ബുദ്ധിയുടെ രംഗത്തെ വിദഗ്ധർ പറയുന്നത് റേഡിയോളജിയിൽ ഇന്ന് ഡോക്ടർമാരെ പരിശീലിപ്പിക്കുന്നത് ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി എന്നുള്ളതാണ്. കാരണം മനുഷ്യർ ചെയ്യുന്നതിലും ഏറ്റവും നന്നായി രോഗനിർണയം നടത്താൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. അപ്പോൾ പിന്നെ റേഡിയോളജി പഠിപ്പിച്ച് ആളുകളെ മാർക്കറ്റിൽ എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ജോലി ഇല്ലാതാകും. റോബോട്ടുകൾ സർജറി നടത്തി തുടങ്ങിയ കാലമാണ് ഓൾറെഡി. അപ്പോൾ ആ ജോലികൾ ഇല്ലാതാകും. ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ വായിക്കുകയായിരുന്നു, ഇംഗ്ലണ്ടിൽ സാധാരണഗതിയിൽ ഒരു ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാനായിട്ടൊരു സാധാരണ കുടുംബത്തിൽ 12 മണിക്കൂർ അവർ ചിലവാക്കുമെന്നാണ് പറയുന്നത്, ക്രിസ്മസ് ഡിന്നർ. അപ്പോൾ ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റോബോട്ടിന് 5000 വിഭവങ്ങൾ, ലോകത്തിലെ ഏറ്റവും നല്ല പാചകക്കാരൻ ഉണ്ടാക്കുന്ന രീതിയിൽ 5000 വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുക, അതിനാവശ്യമുള്ള വസ്തുക്കൾ, ചേരുവകൾ ഒരു ട്രേയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല പാചകക്കാരിൽ നിന്ന് പഠിച്ച ആ വിഭവങ്ങൾ ഒരേ തരത്തിൽ വീണ്ടും വീണ്ടും ഈ റോബോട്ട് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ മാർക്കറ്റിലുള്ളതാണ്, പഴയ കാര്യമല്ല. ഇപ്പം നമ്മൾ വിചാരിക്കും റോബോട്ട് എന്ന് പറയുന്നത് വലിയ ഫാക്ടറികളിൽ, നിസാൻ ഫാക്ടറി, ടൊയോട്ട ഫാക്ടറിയിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലുകളിൽ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഉള്ളതായിരിക്കും. ഇത്തവണ ഞാൻ അബുദാബിയിൽ ഒരു ഷോപ്പിംഗ് മാളിൽ കൂടെ നടക്കുമ്പോൾ ഒരു റോബോട്ട് ഇങ്ങനെ ആ ഷോപ്പിംഗ് മാളിൽ കൂടെ നടക്കുകയാണ്, സൂപ്പർ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്. ആ റോബോട്ട് ഓരോ ഷെൽഫിലും പോയി ആ ഷെൽഫിൽ എത്രയൊക്കെ വസ്തുക്കൾ ബാക്കിയുണ്ട് എന്നുള്ളതിന് കണക്കെടുത്ത് അതിൻ്റെ ബേസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നു. അതനുസരിച്ചിട്ടാണ് ആ ഷെൽഫ് സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ വാസ്തവത്തിൽ റോബോട്ടുണ്ട്, എൻ്റെ വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു റോബോട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ജോലികൾ നമ്മൾ വിചാരിക്കുന്നതിലും അതിവേഗതയിൽ ഇല്ലാതാവുകയാണ്. 2013 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡ് മാർട്ടിൻ സ്കൂൾ
ഒരു പഠനം നടത്തിയിരുന്നു. അതിന് ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് ആ പഠനത്തിൻ്റെ പേര്. ഇന്ന് നമുക്കറിയാവുന്ന ജോലികളുടെ 46% 2030 ആകുന്നതോടെ ഇല്ലാതാകും എന്നാണ് ആ പഠനം പറഞ്ഞത്. 2030 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ്, 10 വർഷമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കറിയാവുന്ന ജോലികളിൽ ഏതാണ്ട് പകുതിയും അടുത്ത 10 വർഷത്തിനകം ഇല്ലാതാകും എന്നാണ് ആ പഠനം പറഞ്ഞത്. സ്പീക്കർ പറയുകയുണ്ടായി, ജോലികൾ ഇല്ലാതാകുന്നത് പോലെ തന്നെ പുതിയ ജോലികൾ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ നിർമ്മിത ബുദ്ധി തൊഴിലുകൾ ഇല്ലാതാക്കുന്നു, പക്ഷെ നിർമ്മിത ബുദ്ധിയെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ജോലികൾ ഉണ്ടാകുന്നുണ്ട്. റോബോട്ടുകൾ ജോലികൾ ഇല്ലാതാക്കുന്നു, പക്ഷെ റോബോട്ടിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ജോലികൾ ഉണ്ടാകുന്നുണ്ട്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഈ വിഷയത്തെ പറ്റി ഒരു പഠനം പുറത്തിറക്കിയിട്ടുണ്ട് 2019. എങ്ങനെയാണ് നിർമ്മിത ബുദ്ധിയും റോബോട്ട്സും തൊഴിലുകൾ ഇല്ലാതാക്കുന്നത്, എങ്ങനെയാണ് പുതിയ തൊഴിലുകൾ ഉണ്ടാക്കുന്നത്, ഇതാണ് ഈ പഠനത്തിൽ പറയുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഇല്ലാതാകുന്നത് ഒരു ലോകം, ആയിരക്കണക്കിന് തൊഴിലുകൾ ഉണ്ടാകുന്നത് വേറൊരു ലോകം. ഇപ്പോൾ ലോകം മൊത്തം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണെന്നുള്ളതല്ല, ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് റെസിഗ്നേഷൻ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് തന്നെ വിദേശങ്ങളിൽ വരുന്നു. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇനിയൊരു നിത്യസംഭവമാകാൻ പോകുന്നു. സ്വിറ്റ്സർലാൻഡിൽ 2 വർഷം മുമ്പ് അവർ ഒരു റഫറൻഡം നടത്തി, ഒരു ഹിതപരിശോധന നടത്തി. ആ ഹിതപരിശോധനയുടെ അടിസ്ഥാനം ഇതായിരുന്നു: നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലത്ത് തൊഴിൽ ലഭിക്കാൻ പോകുന്നില്ല, പക്ഷേ തൊഴിലില്ലായ്മ വേതനം സ്ഥിരമായി നിങ്ങൾക്ക് തരും. അത് വലിയൊരു തുകയാണ്, ചെറിയ തുകയല്ല. അങ്ങനെ ഒരു തരം ലോകം നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, ഇതായിരുന്നു ചോദ്യം. 2700 ഫ്രാങ്ക് തൊഴിലില്ലായ്മ വേതനമായി കൊടുക്കുമെന്നുള്ളതായിരുന്നു. അന്ന് ആളുകൾ അതിന് സമ്മതിച്ചില്ല. പക്ഷേ ഇതാണ് ഇനിയുള്ള ലോകത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് വരാൻ പോകുന്നത്. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും തൊഴിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റോബോട്ടുകളും നിർമ്മിത ബുദ്ധിയും ആ തൊഴിൽ ചെയ്യുന്നു. എല്ലാ ആളുകൾക്കും തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം സർക്കാരിനില്ല. അപ്പോൾ ആളുകളെ എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത്? ഇതാണ് ഫ്യൂച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ വിഷയത്തെ പറ്റി ഒന്ന് ടച്ച് ചെയ്തിരുന്നു. നിങ്ങളത് വേണ്ടത്ര ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ഇതിൽ മുൻനിരയിൽ ആര് നിൽക്കുന്നുവോ അവർക്ക് വലിയ അവസരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. റോബോട്ടിക്സ് ആണെങ്കിലും, നിർമ്മിത ബുദ്ധി ആണെങ്കിലും, ഡ്രോൺസ് ആണെങ്കിലും, ബയോടെക്നോളജി ആണെങ്കിലും, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണെങ്കിലും, അത് ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഒഴിവാക്കുമ്പോഴും ആയിരക്കണക്കിന് പുതിയ തൊഴിലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലിൻ്റെ രംഗത്ത് നമ്മൾ മുൻനിരയിൽ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അവസരം ഉണ്ടാകും. ലോകത്ത് മൊത്തമായിട്ട് അവസരങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ പോലും നമുക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യം. നമ്മൾ കഴിഞ്ഞ ഒരു 50 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷെ ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. നിങ്ങളിൽ അനവധി ആളുകൾ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ പഠിക്കുന്നുണ്ടാകാം. നിങ്ങൾ എത്ര പേര് കോഴ്സേറ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുന്നുണ്ടെന്ന് പറയാമോ? കോഴ്സേറ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതൊരു ചെറിയൊരു ശതമാനം ആളുകൾ കോഴ്സ് എടുക്കുന്നുണ്ട്. കോഴ്സേറ എന്ന് പറയുന്നത് 2012 സ്ഥാപിക്കപ്പെട്ട ഒരു ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ അതിൽ 7 മില്യൺ അല്ലെങ്കിൽ 73 ലക്ഷം ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട്.
ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് 1000 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 1000 വർഷം പഠിച്ചതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ, 1000 വർഷം മൊത്തം എടുത്താൽ പഠിച്ചതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോഴ്സേറയിൽ പഠിച്ചിട്ടുണ്ട്. കോഴ്സേറയിൽ അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 3 മിനിറ്റ് സമയമുള്ള കാര്യമാണ്. 3 മിനിറ്റ് ഉള്ളൂ. പൂർണ്ണമായും സൗജന്യമാണ്. നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും എടുക്കാം. നമുക്ക് മെഡിസിനിലൊരു ടോപ്പിക്കാണ് താല്പര്യമെങ്കിൽ അതെടുക്കാം, റോബോട്ടിക്സ് ആണെങ്കിൽ അതെടുക്കാം, മ്യൂസിക് ആണെങ്കിൽ അതെടുക്കാം, ലിറ്ററേച്ചർ ആണെങ്കിൽ അതെടുക്കാം. ആ നിലയിലേക്കാണ് വിദ്യാഭ്യാസം മാറുന്നത്. ഇപ്പോൾ ഓൺലൈൻ കാലത്ത്, ഇത് ഓൺലൈന് മുമ്പ്, നമ്മളുടെ കോവിഡ് കാലത്തിന് മുമ്പുണ്ടായിരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ആളുകൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തികച്ചും സാധാരണമായ ഒന്നായി. ഇനി വിദ്യാഭ്യാസ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സാധാരണഗതിയിലുള്ള ക്ലാസ്സുകൾ, നിങ്ങൾ ക്ലാസ് റൂമിൽ പോകുന്നു, കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗാന്ധിജി യൂണിവേഴ്സിറ്റി, അവർ BSc മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ BA ഹിസ്റ്ററി, ഇംഗ്ലീഷ് എന്നുള്ള തരത്തിൽ കുറേ ഡിഗ്രി ഓഫർ ചെയ്യുന്നു. അതിൽ ഏതെങ്കിലും ഡിഗ്രി നിങ്ങൾ ചൂസ് ചെയ്യുന്നു, അതുമാത്രം പഠിച്ച് നിങ്ങൾ പാസ്സാകുന്നു. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാറുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ജൂൺ 2020 കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി UGC 2 പുതിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ഒരു അക്കൗണ്ട് ഗവൺമെൻറ് സൗജന്യമായിട്ട് നൽകും. അതിനുശേഷം ലോകത്ത് എവിടെ നിന്നുമുള്ള കോഴ്സുകൾ ഓൺലൈനായോ ക്ലാസ് റൂമിൽ പോയോ നമുക്ക് പഠിക്കാം. ഈ പഠിച്ച കോഴ്സുകൾ നമ്മൾ പാസ്സാകുകയാണെങ്കിൽ അത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിക്ഷേപിക്കും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ക്രെഡിറ്റ് ഉള്ളപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റായി, 2 വർഷം കഴിയുമ്പോൾ ഡിപ്ലോമയായി, 3 വർഷം കഴിയുമ്പോൾ ഡിഗ്രിയായി, 4 വർഷം കഴിയുമ്പോൾ ഡിഗ്രി ഓണേഴ്സുമായി നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ഓൺലൈനായി കാര്യങ്ങൾ പഠിക്കാം, പലതവണ ഏത് ലെവലിൽ വേണമെങ്കിലും കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തു പോകാം എന്നുള്ള തരത്തിൽ ഫ്ലെക്സിബിൾ ആയുള്ള ഒരു ലോകമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെയൊരു ലോകത്ത് എങ്ങനെയാണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വർക്ക് ലൈഫ് എന്നുള്ള വാക്കാണ് ഞാൻ പ്രയോഗിച്ചത്. തൊഴിൽ ജീവിതം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സെഷൻസിന് പറയുമ്പോൾ കരിയർ മാനേജ്മെൻറ്റ് എന്നാണ് പറയാറുള്ളത്. കരിയർ എന്നുള്ള വാക്കിന് ഇനി 21-ാം നൂറ്റാണ്ടിൽ പ്രസക്തിയില്ല. കരിയർ എന്ന് നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഒരു കോളേജിൽ പോയി വിദ്യാഭ്യാസം നേടി BSc, MSc വേണമെങ്കിൽ PhD എടുത്തു, എൻജിനീയറിംഗ് പാസ്സായി, MBBS പാസ്സായി, അതനുസരിച്ച് ഒരു ജോലി നേടി. ആ ജോലിയിൽ തുടർന്ന് നമ്മൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൽ നിന്ന് ചീഫ് എഞ്ചിനീയർ വരെ പടിപടിയായി പ്രൊമോഷൻ എത്തി റിട്ടയർ ആയി ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത്. ആ കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ജോലിയുടെ താഴത്തെ തട്ടിൽ നിന്ന് മുകളിലെ തട്ടിലേക്ക് പോകുന്നതിനാണ് കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകില്ല. സാധാരണഗതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതൊരു ലൈൻ ആണെങ്കിൽ പോലും, മാത്തമാറ്റിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും, ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരു 10 വർഷത്തിനകം നമ്മൾ പഠിക്കുന്ന ഒരു ലൈൻ കൂടുതൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരുന്നു. തൊഴിലുകളിൽ മാറ്റം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ന്യൂറോ സർജൻ്റെ കാര്യം പറഞ്ഞു, പൈലറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ കാര്യം പറഞ്ഞു, ഡ്രൈവറുടെ കാര്യം പറഞ്ഞു, റേഡിയോളജിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തൊഴിലുകൾ ഇല്ലാതാകുന്നു. അപ്പോൾ ആ തൊഴിലിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് വേറൊരു തൊഴിലിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ഒരു കരിയറിൽ നിന്ന് വേറൊരു കരിയറിലേക്ക് മാറേണ്ടി വരും.
ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ തൊഴിൽ എന്ന് പറയുന്ന ഒരു തൊഴിൽ ജീവിതമാണ്. ഒരു ഡിഗ്രി പഠിച്ച് ജീവിതകാലം മുഴുവൻ അതിൽ നിലനിൽക്കുക എന്നുള്ളതല്ല. അപ്പോൾ വീണ്ടും വീണ്ടും പഠിക്കാനും ജീവിതകാലം മുഴുവൻ പഠിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതിൽ കൂടുതൽ നിങ്ങൾക്ക് ആരെ അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. സമദാനി സാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹിയിലെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജാമിയ മിലിയ ആണെങ്കിലും, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജ് ആണെങ്കിലും, സെൻറ്റ് സ്റ്റീഫൻസിലാണെങ്കിലും, അവിടെ മലയാളികളുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടുകയാണ്. 10 വർഷം മുമ്പ് 50 കുട്ടികൾ ഉള്ളിടത്ത് ഇപ്പോൾ 2500 മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനകത്ത് തന്നെ 600-ൽ നിന്ന് 2500 മാറിയിരിക്കുകയാണ്. അത്ര വലിയ വേഗത്തിലാണ് മലയാളികൾ അവിടെ പോയി പെടുന്നത്. ഈ സെൻറ്റ് സ്റ്റീഫൻസിലോ ലേഡി ശ്രീറാമിലോ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജിൽ പഠിക്കുന്ന ഹിസ്റ്ററിയിലോ കൊമേഴ്സിലോ കൂടുതലൊന്നും നമ്മളവിടെ പഠിക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് പുറത്തു വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ കൂടിയ അവസരങ്ങളാണ്. ഇതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, IIT-യിൽ ഉള്ള ആളുകൾക്ക് സാങ്കേതികമായി കൂടുതൽ അറിവില്ലെങ്കിലും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത്? ഇവിടെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം. ഈ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെന്ന് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് അന്ന് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു നെറ്റ്വർക്ക്, അവിടെ നിന്ന് പഠിച്ചു പോയ കുട്ടികളുടെ ഒരു നെറ്റ്വർക്ക്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പോയ ആളുകൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഞാൻ കാൺപൂർ IIT-യിലാണ് പഠിച്ചത്. ഞാൻ ഡൽഹിയിലെ സെക്രട്ടറിയിൽ കൂടി ഇപ്പോൾ നടക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ഒരു 50 സീനിയർ സെക്രട്ടറി ലെവലിലുള്ള IAS ഉദ്യോഗസ്ഥന്മാർ എൻ്റെ കാലഘട്ടത്തിൽ IIT-യിൽ പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ IIT-യുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കും. ഈ ഉള്ള ബന്ധം നമ്മളുടെ കരിയറിനെ മൊത്തമായി മുന്നോട്ട് നയിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും അവസരമുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകാനായിട്ട് ശ്രമിക്കണം. ഞാൻ പറഞ്ഞ പോലെ അതൊരു വിഷയത്തിൽ കൂടുതൽ അറിവ് നേടുക എന്നുള്ളതല്ല പ്രധാനം. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് ആണ് ഇഷ്ടം, പക്ഷെ നമുക്ക് അവസരം വരുന്നത് ലെറ്റ്സ് സേ കൊമേഴ്സിലാണ്, പക്ഷേ ഡൽഹിയിൽ പോകാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഡൽഹിയിൽ പോകാനുള്ള അവസരം കൂടുതൽ വാല്യുബിൾ ആയിട്ട് എടുക്കണം. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോട് ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വിഷയമാണോ ഏറ്റവും കൂടുതൽ താല്പര്യം അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതായിരിക്കും. 2 ദിവസം മുമ്പ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഒരു ലേഖനം വന്നിരുന്നു. അതെൻ്റെ ലിങ്ക്ഡിനിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. നമ്മളുടെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് നമ്മളൊരു ജോബിനെ മുൻകൂട്ടി കണ്ട് മെഡിസിൻ, എൻജിനീയറിംഗ്, ലോ എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കുന്നതും പൊതുരംഗത്തിന് ആവശ്യമുള്ളതുമായുള്ള ഒരു പ്രൊഫഷനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളുടെ ഡ്രീം പാഷനെ ഫോളോ ചെയ്യുന്നത് കരിയർ രംഗത്ത് സാധാരണഗതിയിൽ നഷ്ടക്കച്ചവടമായിട്ടാണ് മാറാറുള്ളത്. അപ്പോൾ വേണ്ടത്ര നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും തന്നെ ഒരാളൊഴികെ നിങ്ങൾക്ക് പറ്റുന്നതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അടുത്ത ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ലോക റാങ്കിങ് എല്ലാം ഉണ്ടല്ലോ. അതിൽ ഇപ്പോൾ സ്റ്റാൻഫോർഡിലോ ഓക്സ്ഫോർഡിലോ പോകാൻ കഴിവും സാഹചര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അവിടെ പോകണം. അവിടെയും കാരണം ഇത് തന്നെയാണ്, അവിടെ പുതിയ മാത്തമാറ്റിക്സ് ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഓക്സ്ഫോർഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സിലെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഡൈവേഴ്സിറ്റിയിലും കൂടുതലായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് കിട്ടുന്നതിലും കൂടുതലായിരിക്കും. തിരുവനന്തപുരത്ത് കിട്ടുന്നത് മലപ്പുറത്ത് കിട്ടുന്നതിലും കൂടുതലായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി.
കരിയർ രംഗത്ത് ഞങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാറ്റം എൻ്റെ കരിയറിൽ ഉണ്ടാക്കിയത് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഒന്ന്, കാൺപൂർ IIT-യിൽ പോയത് ഉണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക്. രണ്ടാമത്തത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ക്ലിയിൽ അതുണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക്. മൂന്നാമത് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ലീഡർഷിപ്പ് അക്കാഡമി ഉണ്ട് ജോർഡാനിലെ അമ്മാനിൽ, അതുണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക്. ഈ നെറ്റ്വർക്കുകളാണ് നിങ്ങളുടെ കരിയറിനെ മൊത്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഡൽഹിയിലെങ്കിൽ ഡൽഹിയിൽ, ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂരിൽ, കോയമ്പത്തൂരെങ്കിൽ കോയമ്പത്തൂർ, തിരുവനന്തപുരത്തെങ്കിൽ തിരുവനന്തപുരത്ത്, അവിടെ പോയി അടുത്ത ഡിഗ്രി നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളെ കരിയറിൻ്റെ പുതിയൊരു ഓർബിറ്റിലേക്ക് നയിക്കും. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇവിടെ എല്ലാം പോകാൻ സാധിച്ചൊന്നും വരില്ല. നമുക്ക് എല്ലാവർക്കും അതിൻ്റേതായ പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ സാധ്യതയുള്ളവരെല്ലാം ചെയ്യണം. പക്ഷെ അങ്ങനെ എല്ലാത്തവർക്കും ജീവിതം അവസാനിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പുതിയ ലോകം വലിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെന്ന് ഷോ ഓഫ് ഹാൻഡ്സ് കാണിക്കാമോ? ഓക്കെ, ഞാൻ എല്ലാവരും കൈ പൊക്കാത്തതുകൊണ്ടെന്ന് അറിയില്ല. 30% ആളുകൾക്കാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉള്ളത്. നിങ്ങളുടെ ഈ പ്രായത്തിൽ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ ആളുകളിൽ 100% ആളുകൾക്കും ലിങ്ക്ഡിൻ അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇനിയുള്ള കാലത്ത് നമ്മൾ തൊഴിൽ അന്വേഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്, തൊഴിലുകൾ നമ്മളെ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇത് നാളത്തെ കാര്യമല്ല. ഇപ്പോൾ തന്നെ ദുബായിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും സംഭവിക്കുന്ന ഇതാണ്. നമുക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കമ്പനികൾ നമ്മളെ തേടിയെത്തും. ഈ കമ്പനികൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് നമ്മളുടെ CV പരിശോധിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകൾ നമ്മളെ പൂർണ്ണമായും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെർച്ചിൽ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആക്റ്റീവ് ആണെങ്കിൽ അവർ നമ്മളെ തേടിയെത്തും. അവിടെ നിന്നാണ് നമുക്ക് തൊഴിൽ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ വീട്ടിൽ പോയി ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സ്ഥിരമായി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അവിടെ എന്തെങ്കിലും ഷെയർ ചെയ്യുക, അതിൽ ഉള്ള ആളുകളെ ഫോളോ ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം ലിങ്ക്ഡിൻ്റെ അൽഗോരിതം ഓരോ നിമിഷത്തിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 4-5 വർഷം ഈ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഓരോ നിമിഷത്തിലെ കാര്യവും ഈ അൽഗോരിതം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് ഇനി തൊഴിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ കോളേജുകളിൽ പോയി നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക, രണ്ടാമത്തെ ഓൺലൈനായി നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക. ഓൺലൈനായി നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നിങ്ങൾക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ ഉണ്ടാകും. ഫേസ്ബുക്കിലാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ, സ്നാപ്ചാറ്റിലാണെങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ ഇത് നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ പ്രൊഫഷനിലെ ആയിട്ട് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നു, പേഴ്സണലായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇക്കാലത്ത് എംപ്ലോയേഴ്സ് ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല. എംപ്ലോയേഴ്സ് നിങ്ങളെ പൂർണ്ണമായി ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ലോകത്തെ അനവധി എംപ്ലോയേഴ്സ് നിങ്ങളെ ജോലിക്ക് വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അവരുടെ നിർമ്മിത ബുദ്ധിയിലൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾ ഏതു തരം പേഴ്സണാലിറ്റിയാണ് എന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഗവേഷണം നടന്നിട്ടുണ്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയൊരു ഗവേഷണം പറയുന്നത്, നിങ്ങൾ ഫേസ്ബുക്കുമായി നടത്തിയ 69 ഇൻറ്ററാക്ഷൻ, നിങ്ങളൊരു ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, 69 പ്രാവശ്യം നിങ്ങൾ ഫേസ്ബുക്കുമായി ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ അൽഗോരിതത്തിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ വ്യൂ എന്താണ്, നിങ്ങളുടെ ഇൻ്റലക്ച്വൽ ഓറിയൻറ്റേഷൻ എവിടത്തേക്കാണ്. നിങ്ങൾ ഫേസ്ബുക്കുമായി 250 ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അറിയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അൽഗോരിതത്തിന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾ 500 ഇൻറ്ററാക്ഷൻ ഫേസ്ബുക്കുമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ നിങ്ങളെ അറിയുന്നതിൽ കൂടുതൽ നന്നായി നിർമ്മിത ബുദ്ധിക്ക് നിങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്, ഗവേഷണ ഫലമാണ്. നമ്മളെല്ലാം ഓരോ ദിവസവും 10-20 പ്രാവശ്യം ഫേസ്ബുക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ ഒരുപക്ഷെ 10,000 പ്രാവശ്യം ഫേസ്ബുക്കുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു. അപ്പോൾ നമ്മളുടെ സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും ഫേസ്ബുക്കിനറിയാം. നമ്മുടെ നാളത്തെ തൊഴിൽ സാധ്യതയെ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ നടത്തുന്ന ഓരോ ഇടപെടലുകളും സ്വാധീനിക്കും. അതിൻ്റെ അർത്ഥം അത് ചെയ്യേണ്ട എന്നുള്ളതല്ല, പക്ഷെ അങ്ങനെ നമ്മുടെ ലിങ്ക്ഡിനിൽ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്കിലും നിർമ്മിത ബുദ്ധി നമ്മളെ ചാരക്കണ്ണുകളോടെ നോക്കിക്കൊന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ പുതിയ ലോകത്ത് നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. ഇന്നത് പ്രൈവറ്റ് കമ്പനികളാണ് ചെയ്യുന്നത്. നാളെ ഇത് നമ്മളുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC അവർ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ പോലെ പരീക്ഷ നടത്തി ആയിരിക്കില്ല, അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് റൂമിൽ, സിലബസ് തരുന്നത് യൂണിവേഴ്സിറ്റി, പരീക്ഷ നടത്തുന്നത് യൂണിവേഴ്സിറ്റി, സർട്ടിഫിക്കറ്റ് തരുന്നത് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഒറ്റ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇനിയുള്ള ലോകം അങ്ങനെയല്ല. ഇനിയുള്ള ലോകത്ത് നമ്മുടെ സിലബസ് തീരുമാനിക്കുന്നത് ആ പ്രൊഫഷനിലുള്ള ആളുകളായിരിക്കും. മെഡിക്കൽ സിലബസ് തീരുമാനിക്കുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അതുതന്നെ ഗ്ലോബൽ ആയിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും. അപ്പോൾ അമേരിക്കയിലെ മെഡിക്കൽ കൗൺസിൽ എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ലോകത്ത് ഇനി മെഡിസിൻ്റെ സിലബസായി മാറാൻ പോകുന്നത്. പഠിപ്പിക്കുന്നത് ലോകത്ത് എവിടെയുള്ള മെഡിക്കൽ കോളേജുകളാവാം, പെരിന്തൽമണ്ണയിലുള്ളതാവാം, മഞ്ചേരിയിലുള്ളതാകാം, കോഴിക്കോടുള്ളതാകാം. പക്ഷേ ഇവരുടെ പരീക്ഷ നടത്തുന്നതും ഇവരെ റേറ്റ് ചെയ്യുന്നതും തിരിച്ച് അന്താരാഷ്ട്രമായിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും. ഇപ്പോൾ തന്നെ ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷൻ സ്കീമുണ്ട്. നമ്മൾ എക്സൽ അറിയാവുന്ന ഒരാളാണെന്ന് എക്സലിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വാങ്ങാം, ലിങ്ക്ഡിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം. തൊഴിൽ കമ്പോളത്തിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ സർട്ടിഫിക്കറ്റിനായിരിക്കാം കൂടുതൽ വാല്യൂ, നിങ്ങൾ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിലായിരിക്കില്ല. ഞാൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിനെ പറ്റി ആദ്യമേ പറഞ്ഞു. ലോകത്ത് 10,000 യൂണിവേഴ്സിറ്റികളുണ്ട്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റികൾ പോലും ആദ്യത്തെ 1000 യൂണിവേഴ്സിറ്റികളിൽ പോലുമില്ല. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 370 തോന്നുന്നു. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്രമായൊരു തൊഴിലിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ലോകത്തൊട്ടും അറിയപ്പെടാത്തൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആണ് നമുക്ക് ബിരുദം കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വാല്യൂ ഉണ്ടാകില്ല. അങ്ങനെ വാല്യൂ ഉണ്ടാകണമെങ്കിൽ അന്താരാഷ്ട്രമായ ഒരു റേറ്റിംഗ് ഏജൻസിയിൽ നിന്നും നമ്മളുടെ അറിവിനെ റേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് സുധീർ മോഹനുമായിട്ട് ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. ഇപ്പം IT രംഗത്ത് ചില റേറ്റിംഗ് ഏജൻസികളുണ്ട്. സിസ്കോ എന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു റേറ്റിംഗ് ഏജൻസിയാണ്. മൈക്രോസോഫ്റ്റിന് അവരുടേതായ മൈക്രോസോഫ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനുണ്ട്. ഗൂഗിളിൻ്റെ ക്ലൗഡ് സർട്ടിഫിക്കേഷനുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ജോലി 100% ഉറപ്പാണ്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷനുള്ള ആളുകളെ, അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കേരള യൂണിവേഴ്സിറ്റി നൽകുന്നതല്ല, JNU നൽകുന്നതല്ല, ഹാർവാർഡ് നൽകുന്നതല്ല, യൂണിവേഴ്സിറ്റി പോലുമല്ല. പക്ഷേ തൊഴിൽ കമ്പോളത്തിന് ആവശ്യം ഈ തൊഴിൽ അറിയാമെന്ന് ഇതുപോലുള്ള പ്രൊഫഷണൽ ഏജൻസികൾ സർട്ടിഫൈ ചെയ്യുന്നതാണ്. നാളത്തെ ലോകം അതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വിജ്ഞാനം എവിടെ നിന്നും എടുക്കാം, ഓൺലൈനായിട്ട് എടുക്കാം, ക്ലാസ് റൂമിൽ പോയി എടുക്കാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം, അടുത്തുള്ള കോളേജിൽ പോയി പഠിക്കാം. പക്ഷേ നിങ്ങളെ റേറ്റ് ചെയ്യപ്പെടുന്നത് അന്താരാഷ്ട്രമായി എംപ്ലോയേഴ്സ് മാർക്കറ്റ് ചെയ്യുന്ന, പ്രിഫർ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയാണ് തൊഴിലിന് ആവശ്യം, ഏത് സർട്ടിഫിക്കേഷനാണ് അവർ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്, ആ സർട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ശ്രമിക്കണം. മൂന്നാമത്തത് ഞാൻ ആദ്യമേ പറഞ്ഞു, ജീവിതകാലം മുഴുവനുള്ള എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി എടുത്തു, ഇപ്പോൾ തന്നെ PGക്ക് പോകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഒരു തൊഴിലിന് അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിൽ രംഗത്തേക്ക് മാറും. അതിനുശേഷം ആ തൊഴിൽ ഏത്
കാര്യമാണോ പുതുതായിട്ട് പഠിക്കേണ്ടത് അത് പഠിക്കുക. അങ്ങനെ തൊഴിൽ രംഗത്ത് നമുക്ക് മുന്നേറാം. ഇന്ത്യയിൽ സാധാരണഗതി, കേരളത്തിൽ പ്രത്യേകിച്ച് സാധാരണഗതി സംഭവിക്കുന്നത് ഡിഫെൻസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഡിഗ്രി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ പി ജിയിലേക്ക് പോകുന്നു. പി ജി കഴിയുമ്പോൾ വേണമെങ്കിൽ പി എച്ച് ഡിയിലേക്ക് പോകുന്നു. അപ്പോൾ പി ജി കഴിഞ്ഞ അനവധി ആളുകൾ നാട്ടിലുണ്ട്, പക്ഷെ ഇവർക്കുള്ള ജോലിയില്ല. അപ്പോൾ അവർ നേരെ പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ ബസ് കണ്ടക്ടർ ആവാനായിട്ട് പോകുന്നു. ഈ ബസ് കണ്ടക്ടറെ ജോലി ചെയ്യാനായിട്ട് ഒരു പി ജിയുടെ ആവശ്യമില്ല, പക്ഷേ പി ജിക്കാർ കൂടുതലുള്ളതുകൊണ്ട് ബസ് കണ്ടക്ടർമാരായി മാറുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബസ് കണ്ടക്ടർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സാധ്യതയെങ്കിൽ നമുക്ക് 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പരീക്ഷ എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് 3 വർഷത്തെ അഡ്വാൻറ്റേജ് കിട്ടി. ആ കാലഘട്ടത്തിൽ ബസ് കണ്ടക്ടറായി ഇരുന്നു കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉന്നത പഠനം നടത്താം, അല്ലെങ്കിൽ ആ രംഗത്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അതായിരിക്കണം നമ്മുടെ കരിയറിൻ്റെ അടുത്ത തിങ്കിങ്. ഏറ്റവും വേഗത്തിൽ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ എങ്ങനെ എത്തിപ്പറ്റുക എന്നുള്ളതാണ്. എല്ലാ തൊഴിലുകളും മഹത്തരമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും, സത്യമാണ്. പക്ഷേ തൊഴിലുകളുടെ ഭാവി എന്നുള്ള ഒന്നുകൂടിയുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ളൊരു തൊഴിൽ പറയാം. ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഉണ്ടായൊരു തൊഴിലാണ് സൊമാറ്റോ പോലെയുള്ള ഫുഡ് ഡെലിവറി സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഊബർ എന്ന് പറയുന്ന ടാക്സിയുടെ ഡ്രൈവർ ആകുന്നത്. ഒട്ടും മോശമായ തൊഴിലല്ല, സാമാന്യം വരവ് ഉള്ളൊരു തൊഴിലാണ്. പക്ഷേ ആ തൊഴിൽ ജീവിതത്തിൻ്റെ ഭാവിയിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ അവസരങ്ങൾ നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഇൻകത്തെ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഡിഗ്രി പഠിക്കാനുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനുള്ള തൊഴിൽ സമ്പാദന പണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കരിയറിൻ്റെ ട്രജക്ടറി ഊബർ ഡ്രൈവറായി റിട്ടയർ ചെയ്യാം, അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി പേഴ്സണായി റിട്ടയർ ചെയ്യാമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ആ തൊഴിലിൽ ഒരു പ്രോഗ്രഷനുള്ള തൊഴിലല്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ തൊഴിൽ രംഗത്തേക്ക് വേഗത്തിൽ എത്തുമ്പോൾ തന്നെ ആ തൊഴിലിന് ഭാവിയുണ്ടോ, അല്ലെങ്കിൽ ആ തൊഴിൽ രംഗത്തിരുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. നിർമ്മിത ബുദ്ധി എല്ലാ രംഗത്തും കടന്നു കയറുകയാണെന്ന് ഞാൻ പറഞ്ഞു. അനവധി തൊഴിലുകൾ ഇല്ലാതാക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. പക്ഷെ മിക്കവാറും തൊഴിലുകളിൽ സംഭവിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയും മനുഷ്യരും കോ എക്സിസ്റ്റ് ചെയ്യുന്നൊരു രീതിയായിരിക്കും. ഇപ്പോൾ ഡോക്ടറുടെ തൊഴിൽ ഉദാഹരണത്തിന് അടുത്തൊരു 5 വർഷത്തിനകം നിർമ്മിത ബുദ്ധി അറിയാത്ത ഡോക്ടർമാരുടെ തൊഴിൽ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം വരും. ലോകത്ത് ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഒരു ഡോക്ടർക്കും പഠിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഇന്ന് കോങ്കോയിൽ ഒരു പർട്ടിക്കുലർ ഡിസീസിന് ഒരു സർജറി നടത്തി സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ ഫെയിലിയറായി. ഇത് ഒരു ജേർണലിൽ വന്ന് നമ്മളുടെ ഡോക്ടർ വായിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 2 വർഷം എടുക്കും. പക്ഷെ ഒരു നിർമ്മിത ബുദ്ധിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓരോ ദിവസവും വൈകുന്നേരം അന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ആ നിർമ്മിത ബുദ്ധി പ്രോഗ്രാമിന് അറിയാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നു, ഡോക്ടർ അഭിപ്രായം തേടുന്ന നിർമ്മിത ബുദ്ധിയുള്ള ഒരു അസിസ്റ്റൻറ്റിനോടായിരിക്കും. ഇത് നിർമ്മിത ബുദ്ധിയുടെ ഡോക്ടറുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തെ ഏതൊരു തൊഴിലാണെങ്കിലും, ജേർണലിസ്റ്റ് ആണെങ്കിലും ലോയർ ആണെങ്കിലും. ഞാൻ 2 വർഷം മുമ്പ് അബുദാബിയിൽ ഒരു ലെക്ചർ നടത്തുന്ന സമയത്ത് എന്നോടൊരാൾ ചോദിച്ചു, സർ, നിർമ്മിത ബുദ്ധി കൊണ്ടൊരു ജഡ്ജ് ഉണ്ടാകാൻ സാധിക്കുമോ, ഒരു ജഡ്ജിൻ്റെ ജോലി നിർമ്മിത ബുദ്ധിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നേ വരെ അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് കാര്യം ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എൻ്റെ വരുമരായകൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷെ വെറും 6 മാസത്തിനകം ഞാൻ വായിച്ചു, എസ്റ്റോണിയ എന്ന് പറയുന്നൊരു രാജ്യത്ത് ജഡ്ജിമാരെ ആയിട്ട് നിർമ്മിത ബുദ്ധിയെ നിയമിച്ചു കഴിഞ്ഞു. അവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ആദ്യമായി കേസ് കേൾക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കേസ് സബ്മിറ്റ് ചെയ്യുന്നു. 24 മണിക്കൂറിനകം അന്ന് വരെ ആ രാജ്യത്ത് നടന്നിട്ടുള്ള സകല കേസുകളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനകം വിധി വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കോടിക്കണക്കിന് കേസുകൾ തെളിയാതെ കിടക്കുകയാണ്, തീർപ്പാവാതെ കിടക്കുകയാണ്.
ഇന്ത്യയിൽ നിർമ്മിത ബുദ്ധി കോടതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏതൊരു രംഗത്തും ഈ മാറ്റമുണ്ടാകും. നിർമ്മിത ബുദ്ധിയെ നമ്മൾ സ്വീകരിച്ചേ പറ്റും. അധ്യാപകരുടെ ജോലിയെ പറ്റി പറയാം. ഇവിടെ കുറച്ച് അധ്യാപകർ കാണുമല്ലോ. ഈ കൊറോണ കാലത്ത് നിങ്ങൾ കണ്ടു ചില അധ്യാപകർ, ഇപ്പോൾ സായി കൃഷ്ണ എന്ന് തോന്നുന്നു ഒരു ടീച്ചറുടെ പേര്, ഒരു വളരെ ഫേമസ് ആയല്ലോ, കൈറ്റ് TV. അപ്പോൾ ആ ഒറ്റ ടീച്ചർക്ക് കേരളത്തിലെ മുഴുവൻ 1ാം ക്ലാസ്സിലെ കുട്ടികളെയും പിടിച്ചിരുത്താനുള്ളൊരു കഴിവുണ്ടായി. അപ്പോൾ അവർ ഒരു സൂപ്പർ ടീച്ചറായി മാറി. അതുപോലെ തന്നെ ഇപ്പോൾ ഫിസിക്സിലെ ലെക്ചറെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ലെക്ചേഴ്സ് ഉണ്ട്. കോഴ്സറയിൽ ഒരു ടീച്ചറുണ്ട്, പ്രൊഫസർ ലോറ സാന്റേഴ്സ്. അവർ എടുക്കുന്ന ഒരു കോഴ്സ് 23 ലക്ഷം ആളുകളാണ് ഇതുവരെ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. 23 ലക്ഷം ആളുകൾ. സാധാരണഗതിയിൽ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ജീവിതകാലത്ത് അവർക്ക് 10,000 ആളുകളെ പോലും പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ 23 ലക്ഷം ആളുകൾ ഒറ്റ ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നല്ലൊരു ടീച്ചർക്ക് ലക്ഷക്കണക്കിന് ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു. അപ്പോൾ മറ്റുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ടീച്ചേഴ്സിൻ്റെ ജോലിയെ എങ്ങനെയാണ് നിർമ്മിത ബുദ്ധി ബാധിക്കാൻ പോകുന്നത്? പിന്നെയുള്ള കാലത്ത് ടീച്ചർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്കിൽ എന്ന് പറയുന്നത് ഒരു വിഷയം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കില്ല. അതിന് ഈ സൂപ്പർ ടീച്ചേഴ്സ് ഉണ്ടാകും. അത് അവരിൽ നിന്ന് ഓൺലൈനായി ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ അത് പഠിക്കും. പക്ഷേ കുട്ടികൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് കുട്ടികളെ സഹായിക്കുന്ന ഒരു മെൻറ്ററായി മാറാനായിട്ട് ടീച്ചർമാരുടെ ആവശ്യമുണ്ടാകും. IIT മദ്രാസിൽ കഴിഞ്ഞ വർഷം അവരൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഡേറ്റ സയൻസ് എന്നാണ് അതിൻ്റെ പേര്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. ആ കോഴ്സിന് നമ്മൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. 1 വർഷം ആ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. 32,000 രൂപയാണ്. 2 വർഷം പഠിക്കണമെങ്കിൽ 1,20,000 രൂപയാണ്. അപ്പോൾ ഡിപ്ലോമ കിട്ടും. 3 വർഷം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കിട്ടും. അപ്പോഴത്തേക്കും 3 ലക്ഷം രൂപയാവുമെന്ന് തോന്നുന്നു. ഈ കോഴ്സിന് ഇന്ന് IIT-യിൽ പഠിക്കുന്ന 7,500 കുട്ടികളാണ്. IIT മദ്രാസിൽ 46 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എല്ലാം കൂടി മൊത്തമായി പഠിക്കുന്നത് 10,000 കുട്ടികളാണ്. അപ്പം അതിൽ കൂടുതൽ കുട്ടികളാണ് ഒരൊറ്റ കോഴ്സ് മാത്രമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് പഠിപ്പിക്കാനായിട്ട് 4-5 അധ്യാപകരേ ഉള്ളൂ. 7,200 ആളുകളെ പഠിപ്പിക്കാനായിട്ട് 4-5 കുട്ടികളുള്ളൂ. മറ്റുള്ള 10,000 ആളുകളെ പഠിപ്പിക്കാനായിട്ട് പ്രോബ്ലി 1,000-1,200 ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 7,200 ആളുകളെ സഹായിക്കാനായി ഓരോ 10 ആളുകൾക്കും ഒരു ട്യൂട്ടർ വെച്ചുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എണ്ണം 7,000 കുട്ടികളുണ്ടെങ്കിൽ 700 ട്യൂട്ടേഴ്സ്. അത് 50,000 കുട്ടികളായി കഴിഞ്ഞാൽ 5,000 ട്യൂട്ടേഴ്സ്. ആ തരത്തിൽ ടീച്ചേഴ്സിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ഏതൊരു തൊഴിൽ രംഗത്തേക്കാണ് തിരിയാൻ പോകുന്നതെങ്കിലും ആ രംഗത്തെല്ലാം സാങ്കേതിക വിദ്യയുടെ വലിയ ഒരു കടന്നുകയറ്റം ഉണ്ടാകും. ആ സാങ്കേതിക വിദ്യയെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് 21-ാം നൂറ്റാണ്ടിലെ തൊഴിൽ ജീവിതത്തിൽ വളരെ പ്രധാനമായി നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിക്കുക, നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തയ്യാറെടുക്കുക. ഏതൊരു തൊഴിൽ രംഗത്താണെങ്കിലും ആ തൊഴിൽ രംഗത്ത് വരുന്ന സാങ്കേതിക വിദ്യകളെ അറിയുക, പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ നിങ്ങളുടെ തൊഴിൽ ജീവിതം തീർച്ചയായിട്ടും വളരെ നല്ലതാക്കി മാറ്റാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ചെയ്യും. അവർ തൊഴിൽ രംഗത്ത് മുന്നേറും. നമ്മൾ പുറകിലാകുമെന്ന് മാത്രമല്ല, തൊഴിലില്ലാത്ത ഒരു തലമുറയായി മാറും. അത് ആരാണോ മുൻകൈ എടുക്കുന്നത് അവർക്ക് തൊഴിലുണ്ടാകും, മറ്റുള്ള ആളുകൾക്ക് തൊഴിലേ ഉണ്ടാകില്ല. അങ്ങനെ ഒരു ലോകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ധാരാളം പെൺകുട്ടികളുള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്പീക്കർ പറഞ്ഞു ധാരാളം സ്ത്രീകളുണ്ട്. 70% പെൺകുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. ഡിഗ്രി കഴിഞ്ഞാൽ PG രംഗത്ത് 70% പെൺകുട്ടികളാണ്. പക്ഷെ തൊഴിൽ രംഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വരും. തൊഴിൽ മുകളിലേക്ക് പോകും തോറും അത് കൂടുതൽ താഴേക്ക് വരും. ഒരു കോർപ്പറേറ്റ് ലെവൽ
മാനേജിംഗ് ഡയറക്ടർ ലെവലിലേക്ക് വരുമ്പോഴേക്കും സ്ത്രീകളുടെ എണ്ണം വളരെ 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 കുറവാകും. ലോകത്തിൽ തന്നെ ശരിയാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും. കേരളത്തിലെ അസംബ്ലിയിലെ കാര്യം എടുത്താലും അറിയാമല്ലോ, 140 MLA മാരുള്ളതിൽ 10 സ്ത്രീകൾ പോലുമല്ല. കേരളത്തിൽ 20 MP മാരുള്ളതിൽ ഒരാളാണ് എന്ന് തോന്നുന്നു, 5% സ്ത്രീകളുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അനവധി ഉണ്ടായിട്ടും അവർ തൊഴിൽ രംഗത്ത് മുന്നേറാത്തത് എന്നുള്ളതിനെ പറ്റി ഷെറിൽ സാൻഡേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്കിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ലീൻ ഇൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ ഞാനുമായി ഓൺലൈനായിട്ട് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ കോപ്പി ഞാൻ അയച്ചു തരാം. ഈ ഓഡിയൻസിലുള്ള എല്ലാ പെൺകുട്ടികളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ തൊഴിൽ രംഗത്ത് അറിവും കഴിവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് മുന്നോട്ട് പോകാത്തത്? അതിന് അടിസ്ഥാനപരമായിട്ട് അവർ പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇത് ഇന്ത്യയിലെ കാര്യമല്ല, കേരളത്തിലെ കാര്യമല്ല, അമേരിക്കയിലെ കാര്യമാണ്. അതായത് ഇത്രമാത്രം നമ്മൾ പുരോഗതിയും ലിംഗസമത്വമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന അമേരിക്കയിൽ പോലും ഇന്നും കോർപ്പറേറ്റ് ലെവലിലെത്തുമ്പോൾ, ഡയറക്ടർ ലെവലിലെത്തുമ്പോൾ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒന്നാമത് അവർ പറയുന്നത് സ്ത്രീകൾ അവസരങ്ങൾ വരുമ്പോൾ അത് എത്തിപ്പിടിക്കാൻ ആണുങ്ങളുടെ അത്രയും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നത് ഒരു തൊഴിലിന് പൂർണ്ണമായും സജ്ജമായി എന്ന് സ്ത്രീകൾക്ക് തോന്നുന്ന സമയത്ത് മാത്രമേ അവർ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആണുങ്ങളുടെ കാര്യത്തിൽ അവർ പ്രൊമോഷൻ വരുന്ന വഴി ചാടിപ്പിടിക്കും. അതിനുശേഷം അവർ നന്നായി ചെയ്താലും ഇല്ലെങ്കിലും അത് സ്ഥാപനത്തിനാണ് പോകുന്നത്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല, അവർക്ക് ഉറപ്പ് വരുന്ന സമയത്ത് മാത്രമേ അവർ ആ തൊഴിൽ ചെയ്യുള്ളൂ. ആ കെയർ എടുക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത്തത് അവർ പറയുന്നത് നെറ്റ്വർക്കിൻ്റെ അഭാവമാണ്. സ്ത്രീകൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൽ പൊതുവെ പുരുഷന്മാരൊക്കെയും പുറകിലാണ്. കാരണം കൂടുതൽ ഈ രംഗത്തുള്ളത് പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരുടെ ഒരു നെറ്റ്വർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പൊളിറ്റിക്സിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. മൂന്നാമത്തത് അവർ പറയുന്നത് മെൻറ്ററിങ്ങിൻ്റെ അഭാവമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ തൊഴിൽ രംഗത്ത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു മെൻറ്ററുടെ ഒരു ആവശ്യമുണ്ട്. ഈ മെൻറ്റർ എന്ന് പറയുന്ന ഒരു റോൾ മോഡലല്ല, അങ്ങനെ ആകാശത്തിരിക്കുന്ന ഒരു റോൾ മോഡലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് കൈയെത്തി പിടിക്കാൻ പറ്റുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരു മെൻറ്റർ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ മെൻറ്ററാണ് ഈ കരിയർ പാത്തിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇതിൻ്റെ മെൻറ്ററെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതെല്ലാം പുസ്തകത്തിലുണ്ട്. ഈ പെൺകുട്ടികളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, മെൻറ്ററിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, നിങ്ങളുടെ ചുറ്റുമുള്ള, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണെങ്കിൽ, വിദേശത്ത് പഠിക്കുന്നതാണെങ്കിൽ, കാനഡയിൽ പഠിക്കുന്നതാണെങ്കിൽ, തിരുവനന്തപുരത്ത് പഠിക്കുന്നതാണെങ്കിൽ, അങ്ങനെയുള്ള നിങ്ങളുടെ കൈ 5 വർഷം മുന്നിലുള്ള ഒരാളെ മതി കണ്ടുപിടിച്ച് അവരുമായി ബന്ധപ്പെട്ട് പരസ്പരം സംയോജിച്ച് കരിയറിൽ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശോഭനമായ ഒരു കരിയർ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് ഇവിടെ വന്ന് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന MLAയ്ക്കും മറ്റ് സംഘാടകർക്കും എൻ്റെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉത്തരം പറയാം. നിങ്ങളുടെ സമയത്തിൻ്റെ ഇതെല്ലാം MLA പറയും. എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെയും ഇടയ്ക്ക് ഒന്ന് നിൽക്കുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. താങ്ക് യു. മൈക്കുണ്ടോ? ഓക്കെ. Hello. Yes. Hello, sir. Nice to meet you. Thank you. ഞാൻ നിസ്ല അബൂബക്കർ, +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. വെരി ഗുഡ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് പറഞ്ഞു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഇങ്ങനെ കൂടുതൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ എന്തായാലും അതിനുള്ള പ്രയോറിറ്റീസ് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ലഭിക്കും എന്നുള്ളത്. പക്ഷെ ഒത്തിരി പേര് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പല റീസൺ കാരണം
പുറകോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ അപ്രൂവ്ഡ് ആയിട്ടല്ലാത്ത, അറിയപ്പെടാത്ത അല്ലെങ്കിൽ റാങ്കിങ്ങിൽ ഇല്ലാത്ത കോളേജുകളിൽ പഠിക്കുന്നുണ്ടാവും. പക്ഷെ അവർ എക്സ്ട്രീംലി സ്കിൽഡ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവരിങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ ഫോറിനിലോട്ടോ മറ്റോ പോവുകയാണെങ്കിൽ, ഹയർ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസിന് പോവുകയാണെങ്കിൽ, പക്ഷെ ഇവർക്ക് സ്കില്ലുണ്ട്, പക്ഷേ ദേ നെവർ സ്റ്റഡീഡ് ഇൻ ദോസ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്. അവർ ഇങ്ങനെ പ്രയോറിറ്റി കിട്ടാത്തത് കൊണ്ട് അവർക്കൊരു ഫെയർ ആയിട്ടുള്ള ഒരു സമീപനം അവർക്ക് കിട്ടാൻ ചാൻസ് കുറവല്ലേ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചൊരു കുട്ടിയുണ്ട്, പക്ഷേ ഈ കുട്ടിയെക്കാട്ടിലും സ്കില്ല് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ലും മറ്റു കുട്ടിക്ക്, പഠിക്കാത്തൊരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഒരു ഫെയർ ആയിട്ടുള്ള സമീപനം കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതിപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല, സോറി ഫോർ ദാറ്റ്. അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റിക്കോളണമെന്നില്ലല്ലോ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും, ഇപ്പം ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. എപ്പോഴും ദുരന്ത സ്ഥലങ്ങളിലും യുദ്ധസ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമില്ലാത്ത കുട്ടികളുണ്ട്. പക്ഷെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ IT കാര്യത്തിൽ ഉദാഹരണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ എക്സ്പെർട്ട് ആയിരിക്കും, പക്ഷെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. അതേസമയം തന്നെ നമ്മൾ നേരെ തിരിച്ച് ദുബായിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രൂണൈയിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കുട്ടികൾക്കെല്ലാം സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര രംഗത്തേക്ക് അവർക്ക് ജോലി കിട്ടാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല പലപ്പോഴും അവരുടെ ലോക്കൽ ജോലികൾ പോലും, ഇപ്പം നൈജീരിയയിൽ അവിടുത്തെ ലോക്കൽ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോലും അന്താരാഷ്ട്രമായിട്ടുള്ള ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഈ ഒരു പ്രശ്നത്തെയാണ് വാസ്തവത്തിൽ ഇവിടെ നിങ്ങളുടെ MLA ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു മെട്രോ നഗരമൊന്നുമല്ലല്ലോ. ഇങ്ങനെയുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും അന്താരാഷ്ട്രമായുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാക്കുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. അതായത് എന്താണ് ലോകമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അതായിട്ട് ഈ ഒരു സെഷൻ എടുക്കുക. അതിനുശേഷം അതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞു, ലിങ്ക്ഡിനിലെ സർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞു, സിസ്കോയുടെ സർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞു, ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞു. ഈ സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ട് നമ്മൾ അമേരിക്കയിൽ പോകേണ്ട കാര്യമില്ല, നാട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിനെ പറ്റി പറഞ്ഞു, ലിങ്ക്ഡിൻ വഴി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഇതിന് നമുക്ക് ഏത് വീട്ടിലിരുന്നാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജനുവയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് ജനുവയിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയുണ്ട്. ലോകത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാലിയിൽ നിന്നുള്ളൊരാൾ ഒരു ഇമെയിൽ അയക്കും. പലപ്പോഴും ഇംഗ്ലീഷൊന്നും പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ ദേ വിൽ മേക്ക് എൻ എഫേർട്ട് ടു റീച്ച് ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു മെയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അത്. അപ്പോൾ ഞങ്ങളത് തീർച്ചയായിട്ടും കാലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ വരുന്ന സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് പഴയതിലും വളരെ എളുപ്പമാണ്. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അത് സാധ്യമായിരുന്നില്ല. ഒരു പോസ്റ്റ് കാർഡിൽ എഴുതി നമുക്ക് വേറൊരു ലോകത്തേക്ക് എത്തിക്കുക, അവരുടെ ഈ അഡ്രസ്സ് പോലും നമുക്കറിയില്ല. ഇന്നങ്ങനെയല്ല. അപ്പോൾ ലോകത്ത് ആരെ വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബിൽഗേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ 6 ലെവൽ ഓഫ് സെപ്പറേഷൻ എന്ന തിയറി കേട്ടിട്ടുണ്ടോ? 6 ലെവൽ ഓഫ് സെപ്പറേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? 6 ലെവൽ ഓഫ് സെപ്പറേഷൻ പറയുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ലോകത്ത് ഇന്നിപ്പോൾ 7 ബില്യണോളം ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ 7 ബില്യൺ ആളുകൾ തമ്മിൽ പരസ്പരമായി ബന്ധപ്പെടാനായിട്ട് ഒരു 6 ആളുകളുടെ അകലമാണ്. ഇപ്പം ഞാനും അമേരിക്കൻ പ്രസിഡൻറ്റും, എനിക്കിപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ അറിയില്ല, പക്ഷെ ഞാൻ ആരെങ്കിലും അറിയുന്ന ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് അറിഞ്ഞിരിക്കും. അങ്ങനെ ലോകത്തുള്ള ഏറ്റവും നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ മംഗോളിയയിലുള്ള ഒരു ആട് മേയ്ക്കുന്ന ഒരാളും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ പരമാവധി 6 ആളുകളുടെ ഗ്യാപ്പേ ഉള്ളൂ എന്നാണ്. ഇത് 1920കളിൽ വന്നൊരു തിയറിയാണ്, 6 ലെവൽ ഓഫ് സെപ്പറേഷൻ. അത് പലപ്പോഴും എംപിരിക്കലായിട്ട് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് വെരിഫൈ ചെയ്യപ്പെട്ടിരുന്നില്ല. 2 വർഷം മുമ്പ് ഫേസ്ബുക്ക് അത് വെരിഫൈ ചെയ്തു. അപ്പോൾ ഫേസ്ബുക്ക് വെരിഫൈ ചെയ്തപ്പോൾ കിട്ടിയ വിഷയമെന്ന് പറയുന്നത് അതിലും അതിശയകരമായിരുന്നു. വാസ്തവത്തിൽ ലോകത്തെ ആളുകൾ തമ്മിൽ 6 ലെവൽ സെപ്പറേഷൻ പോലുമില്ല, 4.1 ലെവൽ സെപ്പറേഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്നത് ലോകത്തെ
ഇന്ന് ആരെയും റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു ഗ്യാപ്പില്ല. നമ്മളൊന്ന് കൈ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. പക്ഷേ അങ്ങനെ പൊക്കണമെന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം. അതിന് ഇതുപോലെയുള്ള അവസരങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങുക. ലിങ്ക്ഡിനിൽ പോവുക. ലിങ്ക്ഡിനിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ പോയി കണക്ട് ചെയ്യുക. അവിടെ പോയി കണക്ട് ചെയ്യുക. യു വിൽ റീച്ച് ദർ. താങ്ക് യു. നമസ്കാരം സാർ. എൻ്റെ പേര് നിസാമുദ്ദീൻ എന്നാണ്. ബൈ പ്രൊഫഷൻ ടീച്ചറാണ്. 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തത്, സാർ നേരത്തെ ഓൺലൈൻ ലേണിംഗ് സെൻറ്ററുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് ഇന്ത്യയിൽ വന്നൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പൂട്ടിപ്പോവും. അതിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ വരെ പൂട്ടിപ്പോകും എന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഓൺലൈൻ ലേണിംഗ് സെൻ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, ജെ.എസ്. അടൂർ സാറിൻ്റെ ഒരു സെഷനിൽ കേട്ടതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത് വിദേശത്ത് പോയിട്ട് പഠിക്കുക. പക്ഷേ അതൊരിക്കലും അവർക്ക് വിദേശത്തെ നല്ല യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ പൈസ ഇന്ത്യയിൽ കൊടുത്ത് ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധാരണക്കാരായ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? താങ്ക് യു. ആദ്യത്തെ കാര്യം, ഇന്ത്യയുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അതിൻ്റെ കരടിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ പൂട്ടിപ്പോവുകയല്ല, വാസ്തവത്തിൽ ഇത് ഇരട്ടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് 1000 യൂണിവേഴ്സിറ്റികളുള്ളത് 2000 യൂണിവേഴ്സിറ്റികളാക്കും എന്നാണ് ഇന്ത്യയുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ കരടിൽ പറഞ്ഞത്. ഫൈനലായി കഴിഞ്ഞപ്പോൾ ആ നമ്പർ അവർ എടുത്തു കളഞ്ഞു. പക്ഷേ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവർ കൂട്ടുമെന്ന് പറഞ്ഞത് അഫിലിയേറ്റഡ് കോളേജുകളാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സംവിധാനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികളിലല്ലല്ലോ ടീച്ചിങ് നടക്കുന്നത്. ടീച്ചിങ് നടക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോളേജുകളിലാണ്. ഈ കോളേജുകൾ ഇല്ലാതാക്കുമെന്നും ഈ ഓരോ കോളേജുകൾക്കും വേണമെങ്കിൽ ഡിഗ്രി കൊടുക്കാനുള്ള അർഹത ഉൾപ്പെട്ട ഓട്ടോണമി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് കേരളത്തിൽ 10-15 ഉണ്ട്. പക്ഷേ അവരുടെ ഡിഗ്രി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അതുകൂടി മാറ്റി ഡിഗ്രി കൊടുക്കാൻ ഉൾപ്പെടെയുള്ള അവകാശമുള്ള ഓട്ടോണമസ് കോളേജുകളാക്കി മാറ്റുമെന്നും ഇന്ന് 40,000 കോളേജുകളുള്ളതിനെ 10,000 ഓട്ടോണമസ് കോളേജുകളായി ചുരുക്കുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ കേരളത്തിന് നല്ല കാര്യമാണ്. കേരളത്തിലെ ഓരോ കോളേജുകളും വേണമെങ്കിൽ ഒരു ഓട്ടോണമസ് കോളേജാക്കി മാറ്റാനും അതിന് സ്വന്തമായി സിലബസ് ഉണ്ടാക്കാനും ഓൺലൈനായും ഓഫ്ലൈനായും വിദേശത്തുനിന്നുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസം കൂടുതൽ നന്നാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ പൂട്ടിപ്പോകുക എന്നുള്ളതല്ല ഒരു സാധ്യത ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പോളിസി. പക്ഷേ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വരവ് പേരില്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്കുള്ള താല്പര്യം ഇല്ലാതാക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിലെ ലോകത്തെ 10,000 യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 1000 യൂണിവേഴ്സിറ്റികളിൽ പോലും കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. അപ്പോൾ നമ്മളുടെ ഡിഗ്രിയായി നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയണമെങ്കിൽ അത് ആർക്കും അറിയില്ല. അപ്പോൾ ആളുകൾ അത് അറിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് കോഴ്സേറ നോക്കും, അല്ലെങ്കിൽ എഡെക്സ് നോക്കും, ലിങ്ക്ഡിൻ നോക്കും. അതൊന്നും യൂണിവേഴ്സിറ്റികളല്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിലെത്തിപ്പറ്റാൻ നമുക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കാരണം അത് സൗജന്യമാണ്, ഓൾമോസ്റ്റ് സൗജന്യമാണ്. രണ്ടാമത്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ളൊരു പോക്കുണ്ട്. ഞാൻ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ വരാറുണ്ട് വിദേശത്ത് പോകാനായിട്ട്, കാനഡയിലേക്ക് പ്രത്യേകിച്ചും. അവിടെയാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. UK, ജർമ്മനി, ഫിൻലാൻഡിലൊക്കെ. അപ്പം അതിന് ഞാൻ പറയുന്ന കാര്യം, നമ്മുടെ പെർസ്പെക്റ്റീവിലുണ്ടാകുന്നൊരു മാറ്റം, പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അവരുടെ ഒരു അവസരങ്ങളുടെ ആകാശം വളരെ വലുതാകും. ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ഏത് സമയത്ത് വീട്ടിൽ നിന്ന് പോകണം, ഏത് വസ്ത്രം ധരിക്കണം, ഇതെല്ലാം ബുദ്ധിമുട്ടല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന മലയാളി പെൺകുട്ടികൾ വളരെ വളരെ ഹൈ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പോലും വിദേശത്ത് പോകുന്നതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ ആളുകളോട് പറയാറുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അത് 40-50 ലക്ഷം രൂപ ചിലവാക്കുകയാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളുടെ അച്ഛൻ്റെ പെൻഷൻ അല്ലെങ്കിൽ അമ്മയുടെ പെൻഷൻ പ്ലാനും എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടമുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾക്കറിയാമല്ലോ, 5000 ആളുകളെ വിളിച്ച് കല്യാണം നടത്തുകയും ആ തരത്തിലുള്ള
ചിലവ് ഒഴിവാക്കി അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് വിടുകയാണെങ്കിൽ അത് നല്ല തീരുമാനമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. താങ്ക് യു. Good afternoon, sir. യെസ്. Myself, Salman Faris from Cardi Healthcare Solution. I am working as medical coding faculty. The main disadvantage of technology is social isolation and loneliness. My question is, during first corona outbreak, many of my students placed as work from home option, but even though second outbreak, they opt work from home, more than that of work from home, work from office option. And many of my second question is, many of my students not ready to attend interviews from MNCs, especially they don't know how to answer spontaneous question like briefly explain about Kerala or like that question. Then how we will handle this kind of situation, especially Malayalis are not ready to, they have language barrier and my first question, social isolation and loneliness during the technology development. Okay, these are the two questions I want to clarify, sir. താങ്ക് യു ഫയസ്. സോഷ്യൽ ഐസൊലേഷൻ്റെ കാര്യം വളരെ സത്യമാണ്. അത് വാസ്തവത്തിൽ കൊറോണയ്ക്ക് ശേഷം ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഒരു സുനാമി തന്നെ ഉണ്ടാകുമെന്നാണ് WHO-യും UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസും എല്ലാം പറഞ്ഞത്. അത് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടാണ്, അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അതേസമയം തന്നെ ലോകത്ത് തിരിച്ച് ഓഫീസിലേക്ക് ആളുകൾ പോകുന്ന ഒരു ലോകം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഗ്രേറ്റ് റെസിഗ്നേഷൻ എന്നുള്ളതിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അമേരിക്കയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അത്തരം ആളുകളാണ് ജോലി രാജിവെക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പരമ്പരാഗതമായി ഒരു ഓഫീസിൽ പോയി 9 to 5 days a week ചെയ്യുന്ന ജോലി ചെയ്യാൻ ഇനി ആളുകൾക്ക് വാസ്തവത്തിൽ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം വർക്ക് ഫ്രം ഹോം എന്നുള്ളതല്ല, വർക്ക് ഫ്രം എനിവെയർ. നമുക്ക് കോഫി ഷോപ്പിൽ പോയിരുന്നാണ് വർക്ക് ചെയ്യാൻ തോന്നുന്നെങ്കിൽ കോഫി ഷോപ്പിൽ പോയിരുന്ന് വർക്ക് ചെയ്യാം. നമുക്ക് ഒരു കോ വർക്കിംഗ് സ്പേസിൽ പോയിരുന്ന് ജോലി ചെയ്യാനാണെങ്കിൽ യു ക്യാൻ വർക്ക് ഫ്രം എ കോ വർക്കിംഗ് സ്പേസ്. വാട്ട് ഐ തിങ്ക് വിൽ ഹാപ്പൻ is that the barrier between what is an educational location, what's an entertainment location, what's an employment location, this will shift. And the three will merge. ഇപ്പോൾ കേരളത്തിൽ 400 ആർട്സ് കോളേജുകളുണ്ട്, 170 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. എല്ലാം കൂടി ഒരു 1200 ലെറ്റ്സ് എ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1200 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവിടെ ലൈബ്രറി ഉണ്ട്, കോഫി ഷോപ്പുണ്ട്, മറ്റുള്ള സംവിധാനങ്ങളുണ്ട്. സോ ഐ ക്യാൻ ഇമാജിൻ somebody is working in Microsoft or Facebook or Tata, instead of working from their home, they will actually go to the nearest engineering college and they work from there. And they will use the library, the internet, coffee shop, and they socialize with those people. അപ്പോൾ സോഷ്യൽ ഐസൊലേഷനെ നമ്മുടെ കൊളീഗ്സുമായി മാത്രം ഇത് ചെയ്യേണ്ട കാര്യമില്ല. സോ യെസ്, വി ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഹൗസ് ഈസ് നോട്ട് എ പ്ലേസ് ഡിസൈൻ ഫോർ വർക്ക്. പക്ഷേ ദാറ്റ്സ് നോട്ട് നെസറി ദാറ്റ് യു ഗോ ബാക്ക് ടു ഓഫീസ്. യു ജസ്റ്റ് ഗോ ടു എ കളക്റ്റീവ് വർക്കിംഗ് സ്പേസ് എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ ലാംഗ്വേജിൻ്റെ കാര്യമാണ്. തീർച്ചയായിട്ടും ശരിയാണ്, നമ്മൾ ഭാഷയിൽ വേണ്ടത്ര താല്പര്യം എടുക്കുന്നില്ല. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ, അന്ന് ഡിഗ്രിക്ക് അഡ്മിഷന് ഇംഗ്ലീഷ് ഹിന്ദി കൗണ്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് അറ്റൻഡൻസ് വേണ്ടവരെല്ലാം അറ്റൻഡൻസ് പറഞ്ഞിട്ട് പൊക്കോളാൻ പറയും. അപ്പോൾ ഞങ്ങളെല്ലാം അങ്ങനെ അറ്റൻഡൻസ് പറഞ്ഞിട്ട് പോയ ആളുകളാണ്. നമ്മളുടെ നമ്പർ പറയും, അവർ പറയും ശരി. ഇന്നാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും പല പ്രാവശ്യം എഴുതിയിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ അറബി പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഒരു അറബിക് ടീച്ചറുണ്ടായിരുന്നു. പക്ഷേ വർഷത്തിൻ്റെ ആദ്യം ഞങ്ങളോട് ഹെഡ് മാസ്റ്റർ ഒന്ന് പറയും, മുസ്ലിം കുട്ടികളെല്ലാം അറബി പഠിക്കണം എന്ന് പറയും, മറ്റുള്ള കുട്ടികൾക്ക് ആ സമയത്ത് കളിക്കാം. അപ്പോൾ ആ അറബിക് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, ഞങ്ങളെല്ലാം പുറത്ത് പോയി കളിക്കുന്നു. അന്ന് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ദീർഘദൃഷ്ടിയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുകയാണ്, മോനെ നീ കൂടി അറബി പഠിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇനിയുള്ള കാലത്ത് ഗുണമാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വ്യക്തിപരമായി, ഞാൻ അതിന് ശേഷം മസ്കറ്റിൽ പോയി ഞാൻ അറബി പഠിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്കൊരു സുഡാനി ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തൊഴിലിൽ വലിയ മാറ്റം ഉണ്ടാകുമായിരുന്നു. എനിക്ക് മാത്രമല്ല, ലക്ഷക്കണക്കിന് മലയാളികൾക്ക്
ആ മാറ്റം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ ആളുകൾ കമ്പിയായിട്ട് കുത്തുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. ഈ 20 ആളുകളുടെ തൊഴിലാണ് ഒരാൾ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഇല്ലാതാക്കുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ചുറ്റുമുള്ള അനവധി തൊഴിലുകൾ, ഈ 30 ലക്ഷം ആളുകൾ ചെയ്യുന്ന തൊഴിലുകളെ സാങ്കേതികമായി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ള ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ മലയാളികൾക്ക് എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ തൊഴിലുകൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ കണക്ഷൻ നമ്മൾ ഇന്നും സാധിച്ചിട്ടില്ല. അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് MLA പോലുള്ള ആളുകൾ ദീർഘവീക്ഷണത്തോടെ അസംബ്ലിയിലൊക്കെ ഇടപെട്ട് നമ്മുടെ സമൂഹത്തെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. വളരെ നന്ദി പറയുകയാണ്. കാരണം പെരിന്തൽമണ്ണയിലേക്ക് പ്രിയപ്പെട്ട മുരളി സാറിന് നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷനുള്ള ആദ്യത്തെ പടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ഓക്കെ. വിശപ്പ് എങ്ങനെയുണ്ട്? നല്ലോണമുണ്ടോ? എന്നാൽ കുറച്ചുകൂടി നിങ്ങൾ കാത്തിക്കണം. കാരണം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമുക്കുണ്ട്. നിങ്ങളെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ഇന്ധനമായി നിൽക്കുന്ന, നമ്മുടെ ഈ പ്രോജക്റ്റിനെ മുഴുവനും ലീഡ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ് അനീഷ് അച്യുതൻ. മലയാളികൾക്ക്, പെരിന്തൽമണ്ണക്കാർക്ക് ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കാവുന്ന അനീഷിൻ്റെ ഒരു ചെറിയ ഇൻട്രാക്ഷൻ കൂടെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത്